ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ജനുവരി 3-ാം തീയതി. അതുപോലെ ഈ വർഷം എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ കൂട്ടുകാരെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാനൊരു ബൈബിളിലെ ഒരു വചനം വായിക്കുന്ന വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാനൊരു ക്രിസ്ത്യാനി ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതേപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും ശരിക്കും അറിഞ്ഞുകൂടാ. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു വചനം വായിക്കണമെന്നുള്ളത്. അതെൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഷെയർ ചെയ്യുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. പള്ളിയിൽ പെരുന്നാളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ പോകാറുണ്ട്. പിന്നെ വീടിന് തൊട്ടടുത്ത് തന്നെ കുരിശടിയുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് തിരി കത്തിക്കാറുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുകൊണ്ട് ഇവിടെ അടുത്ത് നമ്മുടെ കൊമനഞ്ചിറ പള്ളി ഉണ്ട്. അവിടെ അന്തോണീസ് പുണ്യാളച്ചനാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എടത്വ പള്ളി, അവിടെയും അന്തോണീസ് പുണ്യാളച്ചനാണ്. എടത്വ പള്ളി പെരുന്നാൾ വരുമ്പോൾ ഞാൻ അവിടെ എല്ലാ വർഷവും ഇപ്പം ഞാൻ പോകാറുണ്ട്. തുടർച്ചയായി ഈ വർഷവും ഞാൻ പോയിരുന്നു. 3-ാമത്തെ കൊല്ലമാണ് ഈ വർഷം ഞാൻ പോകുന്നത്. നേരത്തെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല, ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ആദ്യം ഞാൻ പറയുകയാണ്, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് സദയം ക്ഷമിച്ചു കൊള്ളണമേ എന്ന് താഴ്മയായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇപ്പം നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. ഞാൻ സങ്കീർത്തനങ്ങളാണ് വായിക്കാൻ പോകുന്നത്. സങ്കീർത്തനം, അതിലെ ഒരു വചനം എൻ്റെ കൂട്ടുകാരുമായി ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം, എങ്കിലും ഞാനൊന്ന് വായിക്കുകയാണ്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. സങ്കീർത്തനം 23. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കൊല്ലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധനായ സ്തുതി, ആദ്യം മുതൽ ഇപ്പോഴും എന്നേക്കും ആമീൻ. തെറ്റുകളുണ്ടെങ്കിൽ കൂട്ടുകാരെ ക്ഷമിച്ചു കൊള്ളണം. കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം.